ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളിയിൽ നടത്തിയ സ്നേഹ സന്ദേശയാത്രയിലൂടെ സമാഹരിച്ച തുക കാർത്തികപ്പള്ളി പുതുക്കുണ്ടം എരുമപ്പുറത്ത് കിഴക്കതിൽ രാജേഷിനായി കൈമാറി. വാഹനാപകടത്തിൽ 2 കാലിനും ഗുരുതര പരിക്കേറ്റ നിർധന കുടുംബാംഗമായ രാജേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് സ്നേഹ സന്ദേശയാത്ര നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളിയിൽ നടത്തിയ സ്നേഹ സന്ദേശയാത്രയിലൂടെ സമാഹരിച്ച തുക കാർത്തികപ്പള്ളി പുതുക്കണ്ടം എരുമപ്പുറത്ത് കിഴക്കതിൽ രാജേഷിനായി കൈമാറി. വാഹനാപകടത്തിൽ 2 കാലിനും ഗുരുതര പരിക്കേറ്റ നിർധന കുടുംബാംഗമായ രാജേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്നേഹ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. കാർത്തികപ്പള്ളി മലങ്കര പള്ളിയിൽ നിന്ന് ആരംഭിച്ച സ്നേഹ സന്ദേശയാത്ര പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് 3450 നമ്പർ SNDP ശാഖ ഗുരുമന്ദിരത്തിലാണ് സമാപിച്ചത്. ഇവിടെ നടന്ന ചടങ്ങിൽ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് തുക ഗ്രാമപഞ്ചായത്ത് അംഗം ഉല്ലാസിന് കൈമാറി. തുടർന്ന് തുക ആശുപത്രിയിൽ അടയ്ക്കുവാനായി ജോമോന് കൈമാറി. രാവിലെ മുഴുവൻ ഉള്ള മഴ ഇതുവരെ തോന്നിട്ടില്ല. തോരാത്ത മഴയിൽ എന്നാൽ തോരാത്ത സന്തോഷവുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാർത്തികപ്പള്ളി ടൗൺ SNDP 4340 ശാഖ യോഗത്തിലുള്ള കാർത്തികപ്പള്ളി പഞ്ചായത്തിലെ 8ാം വാർഡിൽ എരുമപ്പുറത്ത് കിഴക്കതിൽ ശോഭയുടെ മകൻ അദ്ദേഹം പെട്ടെന്നൊരു അപകടം ഉണ്ടായി. അദ്ദേഹത്തിന് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ആവശ്യമെന്ന് വന്നപ്പോൾ 1 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരു വീട്ടമ്മ, ഒരു മാതാവിൻ്റെ കരച്ചിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണ് പഞ്ചായത്ത് മെമ്പർ ഉല്ലാസും ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഇപ്പോൾ ഇത്രയല്ല, കുറേയധികം ആൾക്കാർ ഉച്ചയോടുകൂടി പല സ്ഥലങ്ങളിലേക്ക് പോയി മഴ നനഞ്ഞും വെള്ളം നീന്തിയും ഒക്കെ വളരെ ഷായിച്ചേട്ടൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലൊക്കെ നീരായിപ്പോയി. വെള്ളം നീന്തിയും വണ്ടി ഓടിച്ചു, അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു. നമ്മളുടെ ഇടപെടൽ ചിലപ്പോൾ പല സ്ഥലത്തിൽ പല വിമർശനങ്ങളൊക്കെ പലരും പറയാം. പക്ഷേ ഈ വീട്ടമ്മയെ സംബന്ധിച്ചൊരു വിമർശനമൊന്നുമല്ല അവർക്ക് ആവശ്യം മോന് ശസ്ത്രക്രിയ നടത്തുവാനുള്ള പൈസ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് ഒരു വഴിക്ക് കിടക്കും. ഞങ്ങൾ ഇനിയാണെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ദുഃഖവും പ്രയാസവും, ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ ജാതിയും ഞങ്ങളുടെ മതവും ഞങ്ങളുടെ രാഷ്ട്രീയവും ദുഃഖിക്കുന്നവൻ്റെ മനസ്സാണ്. ഞങ്ങൾ ഇടപെടും, ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ ചെയ്യും. 1,35,000 രൂപ ഈ പെരുമഴയത്തും ഞങ്ങളോടൊപ്പം നിന്ന ഈ സമൂഹത്തിലെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ആ 8ാം വാർഡിലെ മെമ്പർ ഉല്ലാസിനെ ഈ പൈസ ഏൽപ്പിക്കുന്നു. ഈ പൈസ ഹോസ്പിറ്റൽ അടയ്ക്കുന്നതിന് വേണ്ടി ജോമോൻ സാറിനെ ഏൽപ്പിക്കുന്നു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ പ്രവർത്തകരായ സുഭാഷ്, അഷ്റഫ്, ജോസ്, ജോമോൻ, മധു, സുജിത്ത്, ലേഖ, സുനിത, കൗൺസിലർ വിനോദിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.